Hi friends, welcome back to our channel. ഞാൻ രഞ്ജി ഫ്രം വൈക്കി സൗണ്ട് അക്കാഡമി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കൊരു സ്പെഷ്യലാണ്. കാരണം കുറേ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് വീട്ടിലിരുന്ന് ഇൻസ്ട്രുമെൻറ്റ്സ് റെക്കോർഡ് ചെയ്യുന്നത്, പർട്ടിക്കുലർലി ഗിറ്റാർ. കാരണം ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് കുറേ പേര് ഗിറ്റാർ പഠിക്കാൻ തുടങ്ങി, വായിക്കാൻ തുടങ്ങി, അതുപോലെ വേറെ കുറേ ഇൻസ്ട്രുമെൻറ്റ്സ് വീട്ടിലിരുന്ന് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് ഗിറ്റാർ റെക്കോർഡിങ്ങിൻ്റെ കുറച്ച് ടെക്നീക്സും കുറച്ച് ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മളെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ ഒരു ഫ്രണ്ടായ ആകാശ് എന്നൊരു ഗിറ്റാറിസ്റ്റ് വന്നിട്ടുണ്ട്. നമുക്ക് പുള്ളിനെ കൊണ്ട് നമുക്ക് വായിപ്പിക്കാം, അതുപോലെ നമുക്ക് റെക്കോർഡ് ചെയ്യാം. നമുക്ക് സ്ട്രീറ്റ് ആ വീഡിയോ ഇട്ടു. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഈ ഒരു എപ്പിസോഡിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഗിറ്റാർ എന്ന് പറയുന്നത് ഫെൻഡർ സ്ക്വയർ എന്ന് പറയുന്ന മോഡലാണ്. ഭയങ്കര നീറ്റ് ടോണുള്ള ഗിറ്റാറാണ്. കാരണം ഇതന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം നിങ്ങളുടെ ഗിറ്റാറിന് എത്ര നല്ല ക്വാളിറ്റി സൗണ്ടാണോ അത്ര തന്നെ നിങ്ങളുടെ മൈക്രോഫോൺ അത് ക്യാപ്ചർ ചെയ്യും. ഈ ഒരു ഗിറ്റാറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു സെമി അക്യൂസ്റ്റിക് ഗിറ്റാറാണ്. അതിനർത്ഥം ഇതൊരു അക്യൂസ്റ്റിക് ഗിറ്റാറാണ്. അത് കൂടാണ്ട് ഇതിനകത്തൊരു ഇൻബിൽറ്റ് ആയിട്ടൊരു ആംപ്ലിഫയർ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ നിങ്ങൾക്ക് ഈക്വലൈസ് ചെയ്യാം, മിഡ് ഹൈ ടോൺസ് ഒക്കെ ഈക്വലൈസ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അതുകൂടാണ്ട് ഇതിനകത്തൊരു ബാറ്ററി ഇടണം. അത് മാത്രമല്ല, ഇത് ഞാൻ പറഞ്ഞ പോലെ ഇതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു ആംപ്ലിഫയറിലേക്ക് കണക്ഷൻ കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഗിറ്റാറാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോണേ. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ കുറേ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നിങ്ങളുടെ കയ്യിലും ചിലപ്പോൾ ഈ ഒരു സെമി അക്യൂസ്റ്റിക് ഗിറ്റാർ ഉണ്ടാവില്ല, നിങ്ങളുടെ സാധാ ഒരു അക്യൂസ്റ്റിക് ഗിറ്റാർ ആയിരിക്കും ഈ ആംപ്ലിഫയറിലാണ്ട്. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ആംപ്ലിഫയർ യൂസ് ചെയ്യാണ്ട് നമ്മൾ ഡയറക്റ്റ് മൈക്ക് ഇട്ടിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന മൈക്രോഫോൺ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും. റോഡിന് NT1A ആണ്. അതുകൂടാണ്ട് നമ്മൾ സൗണ്ട് കാർഡ് അല്ലെങ്കിൽ ഓഡിയോ ഇൻ്റർഫേസ് യൂസ് ചെയ്യാൻ പോകുന്നത് Focusrite 2i2 മോഡലാണ്. ലോജിക് പ്രോയിലോട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. നമ്മളിത് റെക്കോർഡ് ചെയ്യാൻ പോകുന്നത് ബൂത്തിനകത്താണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അവിടെ വെച്ച് കാണിച്ചു തരാം എവിടെയാണ് മൈക്ക് വെക്കേണ്ടത്, എവിടെയാണ് ഇത് ഡിസ്റ്റൻസ്, എത്ര ഡിസ്റ്റൻസിൽ വെക്കണം, എങ്ങോട്ട് ഫേസ് ചെയ്ത് വെക്കണം, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അത് നമ്മൾ എല്ലാം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളത് പ്രോസസ്സ് ചെയ്യും. ലോജിക് പ്രോ സോഫ്റ്റ്വെയറിനകത്ത് ഇരുന്ന് പ്രോസസ്സ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിനെ ഫൈനൽ ഔട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ബൂത്തിന് ഉള്ളിലാണ്. നമ്മളെല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നമ്മൾ എന്താ ചെയ്തേക്കണേന്ന്. നമ്മൾ ഈ മൈക്ക് റോഡിന് NT1A മൈക്ക് എന്ന് പറയുന്നത് ഈ ഗിറ്റാറിൽ നിന്ന് ഒരു 20 സെൻറ്റിമീറ്റേഴ്സ് ദൂരത്തിൽ ഒരു 15th ഫ്രെറ്റ്, ഒരു 12-15 ഫ്രെറ്റിൻ്റെ അവിടേക്കാണ് ഫേസ് ചെയ്തേക്കണേ. നമ്മൾ എന്തുകൊണ്ട് സൗണ്ട് ഹോളിൻ്റെ ഫ്രണ്ടിലേക്ക് വെച്ചില്ല, അതിന് റീസൺ എന്ന് പറയുന്നത് സൗണ്ട് ഹോളിൻ്റെ ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബേസ് കയറി വരും. എന്നുവെച്ചാൽ ഭയങ്കര ബൂംനെസ് ആയിരിക്കും, ക്ലിയർ ആവത്തില്ല, നോട്ട്സ് ഒന്നും ക്ലിയർ ആവത്തില്ല. അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പൊസിഷനിൽ വെച്ചേക്കണം. കാരണം ഇതാണ് ഇതിന് ഏകദേശം ഏറ്റവും നല്ല പൊസിഷൻ. അതുകൂടാണ്ട് നമുക്കിപ്പോൾ ഈ ആർട്ടിസ്റ്റ്, ഇപ്പോൾ ഏത് ആർട്ടിസ്റ്റിന് ഗിറ്റാർ വായിക്കുമ്പോൾ അല്ലെങ്കിൽ പാടിയാലും അവർക്ക് അവരുടെ വോയിസ് തിരിച്ച് കേൾക്കാൻ വേണ്ടി നമ്മൾ ആൾക്ക് ഹെഡ്ഫോണും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഓഡിയോ ഇൻ്റർഫേസിൽ ഹെഡ്ഫോൺ ഔട്ട്പുട്ട് ഉണ്ടായിരുന്നു. അതിനകത്ത് നിന്ന് നമ്മൾ ഹെഡ്ഫോൺ ഔട്ട്പുട്ട് എടുത്തിട്ട് നമ്മൾ ഈ ആർട്ടിസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഡയറക്റ്റ് റെക്കോർഡ് ചെയ്യാം. നമുക്ക് ഡയറക്റ്റ് സോഫ്റ്റ്വെയറിലിട്ട് പോകാം. നിങ്ങൾ കണ്ടോ, ഈ ഗിറ്റാർ റെക്കോർഡായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആകാശം അവിടെ വായിക്കുന്നുണ്ട്. നമ്മൾ അവിടുന്ന് മൈക്ക് സിഗ്നലാണ് ഒറ്റ ട്രാക്കായിട്ട് നമ്മളിവിടെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോജിക് പ്രോ ആണ് നമ്മൾ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ റെക്കോർഡിംഗ് മൊത്തം കഴിഞ്ഞു. നമ്മൾ എന്താ ചെയ്തേക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഒറ്റൊരു സോങ്ങിൻ്റെ 3 പോർഷൻസ് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്തേക്കണം. 3 ടൈമിൽ 3 പോർഷൻസ്. ഒരെണ്ണത്തിൽ ലീഡ് പോയിട്ടുണ്ട്, ഒരെണ്ണത്തിൽ ബേസ് പോയിട്ടുണ്ട്, ഒരെണ്ണത്തിൽ സ്ട്രമ്മിങ് മാത്രമാണ്. അപ്പോൾ ഇനി നമ്മൾ നിങ്ങൾക്ക് ബാക്കിൽ കാണാൻ പറ്റും 3 ഫയലാണ്. ഇത് കണ്ടോ, 3 ഫയലായിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒറ്റ ട്രാക്കിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇത് സെപ്പറേറ്റ് ട്രാക്സ് ആക്കും. അതുപോലെ നമ്മളിത് മിക്സ് മാസ്റ്റർ ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് നിങ്ങൾക്ക് ഒരു സോങ് ചെയ്യണമെങ്കിൽ, നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് സോങ്ങിൻ്റെ ഓരോരോ പോർഷൻ വായിച്ചിട്ട് നിങ്ങൾക്ക് സോഫ്റ്റ്വെയറിനകത്ത് തന്നെ എല്ലാം മിക്സ് മാസ്റ്റർ ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനെയാണ് ഗിറ്റാർ റെക്കോർഡ് ചെയ്യേണ്ടത് വീട്ടിലിരുന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീട്ടിലൊന്ന് ചെയ്ത് നോക്കാം, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും റെസ്പോണ്ട് ചെയ്യും. അതുകൂടാണ്ട് നിങ്ങൾ ഏതാണ് ഗിറ്റാർ യൂസ് ചെയ്യുന്നത്, ഏതാണ് മൈക്രോഫോൺ യൂസ് ചെയ്യുന്നത്, അതിനെക്കുറിച്ചൊക്കെ കമൻറ്റ് ഇടാം. ഞാൻ അതിനെക്കുറിച്ച് സജഷൻസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതുപോലെ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ലോജിക് പ്രോ ആണ്. നിങ്ങൾക്ക് ലോജിക് പ്രോ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, വൈക്കി സൗണ്ട് അക്കാഡമി. നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്ന 1 month ഇൻറ്റൻസീവ് കോഴ്സാണ് റെക്കോർഡിംഗ്, മിക്സിംഗ്, മാസ്റ്ററിങ്ങിനെ കുറിച്ച്. അതുകൂടാണ്ട് നമ്മൾ പഠിപ്പിക്കുന്ന സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ലോജിക് പ്രോ ആണ്.
നിങ്ങൾക്കത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക, ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഇടാം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ താഴെ കാണുന്ന ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സും നിങ്ങളുടെ സിംഗേഴ്സും ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും ഇത് അയച്ചു കൊടുക്കുക, അവർക്ക് ഇത് യൂസ്ഫുൾ ആവട്ടെ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ബൈ.